സംസ്ഥാനത്ത് മുഴുവൻ കനത്ത പോളിംഗ് ആയിരിക്കും ഇത്തവണ ഉണ്ടാവുക. ഇടത് വലത് പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ തട്ടിപ്പിനെതിരെ കേരളത്തിലെ ജനങ്ങൾ പൊതുവെ ഒരു തീരുമാനമെടുത്തായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നത്. കാരണം ജനങ്ങളുടെ വോട്ട് ചെയ്യാനുള്ള താല്പര്യം കാണുമ്പോഴും കേരളത്തിൽ എൻഡിഎക്ക് അനുകൂലമായി ഒരു തരംഗമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ ഇല്ലാത്ത രീതിയിൽ എൻഡിഎയുടെ പ്രവർത്തകന്മാർ, ബിജെപിയുടെ പ്രവർത്തകന്മാർ വളരെ സജീവമായി ബൂത്തുകളിലുണ്ട്. ഇന്നലെ രാത്രി മുതൽ ബൂത്ത് കെട്ടി അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ സജീവമായി നിൽക്കുമ്പോഴും ബിജെപിക്ക് അനുകൂലമായ, എൻഡിഎക്ക് അനുകൂലമായ ഒരു തരംഗം കണ്ണൂരിൽ ആവർത്തിക്കും. അത് കേരളത്തിലുമുണ്ടാകും. നരേന്ദ്രമോദിജിയുടെ 10 വർഷക്കാലത്തെ ഭരണം നമുക്ക് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ള രീതിയിൽ വോട്ടർമാരുടെ സ്വാധീനം, വോട്ടർമാർ അതെങ്ങനെ കാണുന്നു എന്നതിൻ്റെ തെളിവാണ് രാവിലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ. എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് വിശ്വാസം. ആദ്യമായി കണ്ണൂരിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഞാൻ വിജയിച്ചിരിക്കും. അതിനുള്ള രീതിയിലുള്ള വോട്ടിംഗ് ടേൺഔട്ട് ഇവിടെ കാണുന്നുണ്ട്. രാവിലെ തന്നെ ആളുകൾ വളരെ താല്പര്യപൂർവ്വം ബൂത്തിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ, വിജയിച്ചു വരും എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെ നിൽക്കുന്നു. ഞാൻ കുടുംബാംഗങ്ങളോടൊപ്പമാണ് വന്ന് വോട്ട് ചെയ്യുന്നത്. എല്ലാ കുടുംബാംഗങ്ങളും എൻ്റെ കൂടെയുണ്ട്. നമ്മൾ 6 പേരടങ്ങുന്ന ഒരു കുടുംബമാണ്. അവർ രാവിലെ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബൂത്തിനകത്തുള്ള നമ്മുടെ എല്ലാ നേതാക്കന്മാരും പ്രവർത്തകന്മാരും നമ്മളോടൊപ്പം സജീവമായിട്ടുണ്ട്. ബൂത്തിനകത്ത് ആളിരുന്നിട്ടുണ്ട്. അങ്ങനെ എന്തായാലും വളരെ സമാധാനപരമായി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പോട്ടെ എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു അക്രമവും ഒരു കാര്യങ്ങളുമില്ലാതെ, ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവസരം കണ്ണൂരിലുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനനുസരിച്ച രീതിയിൽ ആളുകളുടെ എല്ലാ അംഗീകാരവും ഞാൻ നേടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. എൻഡിഎ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ വളരെ വലിയ വിജയപ്രതീക്ഷയിലാണുള്ളത്.